ചേട്ടാ, നമ്മൾ പലതരം കവർച്ചാ കേസുകളും അതുമായി ബന്ധപ്പെട്ട മോഷ്ടാക്കളുടെ കാര്യവുമൊക്കെ പല ചർച്ചകളിലായി ഉൾപ്പെടുത്താറുണ്ട്. ഓരോ കള്ളന്മാർക്കും മോഷ്ടാക്കൾക്കും ഓരോ രീതിയിലുള്ള മോഷണ ശൈലി അല്ലെങ്കിൽ തട്ടിപ്പ് ശൈലിയാണ് ഇവരൊക്കെ പിന്തുടരുന്നത്. അതിൽ വ്യത്യസ്തത കൊണ്ട് കുപ്രസിദ്ധരായ ഒരുപാട് മോഷ്ടാക്കളുണ്ട്. അതിലിപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത മാല പൊട്ടിക്കലാണ്, കവർച്ച. ഈ ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് വ്യത്യസ്തങ്ങളായ കവർച്ചകൾ നടത്തുക, ആ ഒരു രീതി കൊണ്ട് പിടിക്കപ്പെടുക. വരാപ്പുഴ സ്വദേശിയും ഒരു ചേരാനെല്ലൂർ സ്വദേശിയുമാണ് ഈ കഥയിലെ താരങ്ങൾ. ഇവരുടെ കഥയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ഈ പല കള്ളന്മാരും പിടിക്കപ്പെടാനുള്ള കാരണം അവരുടെ ഈ മോഷണ രീതിയാണ്. ഇവർ പിന്തുടരുന്ന രീതി ഒരേ പാറ്റേൺ പിന്തുടർന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. നമ്മൾ പല കാര്യങ്ങൾ ഈ നമ്മുടെ തമിഴ്നാട്ടിലെ ഈ തിരുട്ട് ഗ്രാമത്തിൽ നിന്നും വരുന്നവർ, അവരുടെ മോഷണ രീതി എന്ന് പറയുന്നത് അവരെപ്പോഴും വീടിൻ്റെ ബാക്കിൽ കൂടെ കയറാറുള്ളൂ. വീടിൻ്റെ ഫ്രണ്ട് വാതിൽ ഇവർ ചവിട്ടി പൊളിക്കാറില്ല. ഇവർ പിൻവാതിൽ കൂടി കയറി മോഷണം നടത്തി കടന്നു പോകുന്നതാണ് അവരുടെ ഒരു സ്റ്റൈല്. അപ്പോൾ ആ സ്റ്റൈല് കാണുമ്പോൾ തന്നെ പോലീസിനറിയാം ഇവരാണ് എന്നുള്ളത്. അങ്ങനെ പല രീതിയിലുള്ള മോഷണത്തിൻ്റെ ഒരു പാറ്റേൺ, ഒരേ പാറ്റേൺ തുടർന്നുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. മുമ്പൊരു മോഷ്ടാവ് ഉണ്ടായിരുന്നു. ആൾ മോഷ്ടിക്കുന്നത് എപ്പോഴും ബിവറേജിൻ്റെ അടുത്തുള്ള കടകൾ അല്ലെങ്കിൽ വീടുകളായിരിക്കും. ആ ബിവറേജിൽ നിന്നും മദ്യം മേടിച്ച് കഴിച്ച് അതിനുശേഷം തൊട്ടടുത്ത് ഏത് വീടോ കടയാണോ ഉള്ളത് അവിടെ മോഷണം നടത്തി കടന്നു പോവുക. ബിവറേജിൻ്റെ അവിടെ മോഷണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാളെ സ്ഥിരമായി പിടിച്ചു തുടങ്ങി. ഇയാൾ അവസാനം ഈ കളവൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴും കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിവറേജിനടുത്ത് ഒരു മോഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇയാളെ തേടി പോലീസ് വരും. പോലീസിൻ്റെ ഷാഡോ ടീം ഇയാളെ വന്ന് വിളിച്ചുകൊണ്ട് പോകും, കാര്യങ്ങൾ ചോദിക്കും. ഇയാൾ ഒരിക്കലും ബിവറേജ് മോഷണം നടത്തത്തില്ല. അതുകൊണ്ട് ബിവറേജ് മോഷണം നടത്തിയാൽ ഇയാളെ തേടി പോലീസ് പോകത്തുമില്ല. പോലീസിന് ഈ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. പോലീസിനത് കാണുമ്പം മനസ്സിലാവും ഇയാൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി അയാൾ അവിടെ വെച്ചിട്ട് പോകും. അത് തന്നെ തെളിവാണ്. അത് കാണുമ്പോൾ തന്നെ പോലീസിന് ഇന്നാളാണെന്ന് മനസ്സിലാകും. അയാളുടെ കഥ ഒരു ദിവസം പറയാം. ഇത് ചേരാനെല്ലൂർ സ്വദേശിയായിട്ടുള്ള റോഷനെതിരെ 17 ക്രൈം കേസുകളുണ്ട്. മൊത്തം 17 ക്രൈം കേസ്. ഈ 17 എണ്ണത്തിലും റോഷൻ പിടിക്കപ്പെടാനുള്ള കാരണം റോഷൻ്റെ ഈ പാറ്റേൺ ആണ്. റോഷനെതിരെ കേസുകളുള്ളത് ആളൂർ, ഇരിങ്ങാലക്കുട, കൊരട്ടി, കൊടുങ്ങല്ലൂർ, എറണാകുളം ഇൻഫോ പാർക്ക്, എളമക്കര, സൗത്ത്, ചേരാനെല്ലൂർ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ ഈ റോഷൻ പോയി കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേസുകളുടെ എല്ലാം പ്രത്യേകത ഇയാൾ നടത്തുന്നത് ചെയിൻ സ്നാച്ചിങ് ആണ്. ചെയിൻ സ്നാച്ചിങ് നടത്താൻ വേണ്ടി ഇയാൾ ഉപയോഗിക്കാറുള്ളത് മോഷ്ടിച്ച വണ്ടിയാണ്. മോഷ്ടിച്ച വണ്ടി ഉപയോഗിക്കുമെന്ന് മാത്രമല്ല, മോഷ്ടിച്ച വണ്ടി ആദ്യം കൊണ്ടുപോകുന്ന പമ്പിൽ നിന്നും പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് അവിടെ നിർത്താതെ പോവുകയും ചെയ്യും. പൈസ കൊടുക്കാതെ പോവുകയും ചെയ്യും. പിന്നെ അയാളുടെ ഒരു പ്രധാനപ്പെട്ട പോലീസിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി മാറുന്ന ഒരു രീതി, ഒരു സ്ഥലത്ത് തന്നെ 2 മാല മോഷണം ഈ റോഷൻ നടത്തും. ഒറ്റ ട്രിപ്പിൽ തന്നെ കടന്നു പോകുന്ന 10 മിനിറ്റിനുള്ളിൽ തന്നെ 2 മോഷണങ്ങൾ നടത്തി സ്ഥലം വിടുക എന്നുള്ളതാണ് റോഷൻ്റെ രീതി. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ പോലീസിന് മനസ്സിലാകാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ 13-ാം തീയതി, ജൂൺ 13-ാം തീയതിയാണ് ഒരു ബൈക്ക് മോഷണത്തിനകത്ത് പോയി ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇയാൾ നമ്മുടെ ഈ ഇവിടുത്തെ എടപ്പള്ളി പാലത്തിൻ്റെ അതിലേ വന്നപ്പോൾ പാലത്തിനടിയിൽ ഒരു ബുള്ളറ്റ് അവിടെ ഇരിപ്പുണ്ട്, റോയൽ എൻഫീൽഡ്. ഇയാളത് മോഷ്ടിച്ചിട്ട് ഇയാൾ നേരെ ഈ വാഹനവുമായി ഇയാളുടെ വീടിന് അരികിലെത്തി. വീടിനരികിലുള്ള ഒരു പറമ്പിൽ കൊണ്ടുവന്ന് ഈ വാഹനം വെച്ചിട്ട് ഇതിനെ ഒരു തുണി കൊണ്ട് മൂടിയിടുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റി വേറെ നമ്പർ പ്ലേറ്റ് വയ്ക്കുകയും ചെയ്തു. ഈ മോഷണത്തിന് സ്റ്റേഷനിൽ പരാതി കേസായിട്ടുണ്ട്. ഇടപ്പള്ളിയിൽ ഈ മോഷണം നടത്തിയതിന് ബൈക്ക് മോഷണം പോയതായിട്ട് വിവരം ലഭിച്ചു. ബൈക്ക് മോഷണം പോയി കഴിഞ്ഞാൽ റോഷനെ തേടി അങ്ങനെ വരാറില്ല. ബൈക്ക് മോഷ്ടിച്ച് സ്വർണ്ണമാല കട്ട് കഴിഞ്ഞാൽ, മാല പൊട്ടിച്ചു കഴിഞ്ഞാൽ റോഷനെ തേടി പോലീസ് എത്തും. കാര്യം അടുത്ത രീതി അയാളുടേതാണ്. തൊട്ടടുത്ത ദിവസം ഇയാളുടെ സുഹൃത്തായിട്ടുള്ള വരാപ്പുഴ സ്വദേശി ശരത്തിനെയും കൂട്ടി കൊടുങ്ങല്ലൂരേക്ക് പോയി. കൊടുങ്ങല്ലൂരിൽ അവിടെ പോകുന്ന വഴി ഇയാൾ പറവൂർ ഈ വഴികുളങ്ങര പമ്പുണ്ടല്ലോ, പറവൂർ വഴികുളങ്ങര പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. എന്നിട്ട് ആ വാഹനം നിർത്താതെ പോയി. ഇത് അയാളുടെ രണ്ടാമത്തെ ഒരു പാറ്റേണിൻ്റെ രണ്ടാമത്തെ രീതിയാണ്. അത് കേൾക്കുമ്പോഴും പോലീസിന് ഇനി ഏകദേശമൊക്കെ ആളെ കിട്ടുന്നതിനൊരു ധാരണ അവർക്ക് ഉണ്ടാകും. അവിടെ നിന്നും പോയിട്ടാണ് ഇയാൾ കൊടുങ്ങല്ലൂർ ചെന്നിട്ട് ഇരിങ്ങാലക്കുട ചെന്നിട്ട് മോഷണം നടത്തുന്നത്. ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 1 പവൻ്റെ മാല കട്ടു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കത്തീഡ്രൽ പള്ളിയുടെ അവിടെ നിന്ന് വീണ്ടും മാല കെട്ടു.
ആദ്യത്തെ മാല 1 പവൻ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ മാല 4 പവൻ ഉണ്ടായിരുന്നു. ഈ മാലയൊക്കെ കണ്ടിട്ട് ബുള്ളറ്റിൽ ഇവർ തിരിച്ചു പോവുകയും ചെയ്തു. ഈ ശരത്തും റോഷനും ചേർന്ന് തിരിച്ചു പോരുന്നു. തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പോലീസ് ഈ കേസിൽ പരാതി വന്നു. അപ്പോൾ പോലീസിൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഏത് സ്ഥലത്ത് വണ്ടി മോഷണം പോയിട്ടുണ്ട്, റോയൽ എൻഫീൽഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റോയൽ എൻഫീൽഡ് മോഷണം പോയ കേസുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇടപ്പള്ളിയിൽ നിന്നും ഒരു വണ്ടി ഇതുപോലെ മോഷണം പോയതായി ബന്ധപ്പെട്ട് എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എത്തിയിട്ടുണ്ട്. എളമക്കരയിൽ ഒരു സ്റ്റേഷനിൽ ഒരു പരാതി ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്, അയാളുടെ റോയൽ എൻഫീൽഡ് മോഷ്ടിച്ചു കൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിച്ച പരാതി. അപ്പോൾ എളമക്കര ആയപ്പോഴത്തേക്ക് പിന്നെ വേറെ ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല. അടുത്തത് പമ്പിൽ എവിടെയെങ്കിലും ഫുൾ ടാങ്ക് അടിച്ചിട്ട് മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറവൂർ സ്റ്റേഷനിൽ പറവൂരിൽ പമ്പ് ചെയ്ത് മോഷണവും ഈ പെട്രോൾ അടിച്ചിട്ട് മുങ്ങിയതുമായി ബന്ധപ്പെട്ട് പറവൂർ സ്റ്റേഷനിൽ പരാതിയുണ്ട്. പിന്നെ ചേരാനല്ലൂർ എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പോൾ 3 സംഭവങ്ങളും റോഷൻ്റെ പാറ്റേണിൽ ഉള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നു, പുറത്തു വന്നിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം ഈ മോഷണം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം രാത്രിയിൽ, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ എറണാകുളം തൃശ്ശൂർ SP റൂറൽ SP B കൃഷ്ണകുമാറിൻ്റെ നിർദ്ദേശം. അപ്പോൾ അവർ 2 ജില്ലയിലും അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരാൾ 13-ാം തീയതി ഇറങ്ങിയിട്ടുണ്ട്, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയാളുടെ വീടിന് അരികിൽ നിന്ന് ഏറെ ദൂരമില്ലാതെ ഒരു വണ്ടി പോയിരിക്കുന്നു. അവിടുന്ന് അയാളുടെ വീട്ടിലേക്ക് വരുന്ന പോർഷനിൽ ഒരു പമ്പിൽ എണ്ണ അടിച്ചിരിക്കുന്നു. തൊട്ടടുത്ത ജില്ലയിൽ വന്ന് മോഷണവും നടത്തിയിരിക്കുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് വ്യാഴാഴ്ച രാത്രിയിൽ റോഷൻ്റെ വീട്ടിലെത്തിയപ്പോൾ റോഷൻ്റെ വീട്ടിൽ ഇയാൾ 2 നായയെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. പോലീസ് വളരെ ബുദ്ധിമുട്ടി ഇയാളുടെ വീടിനുള്ളിൽ കയറി പരിശോധിച്ചുകൊണ്ട് നിൽക്കവേ ഇയാൾ അപസ്മാരം വന്ന രീതിയിൽ വീണ് തറയിൽ കിടന്ന് വെട്ടി, തലയൊക്കെ വെട്ടി കാണിച്ചു. അപ്പോൾ പോലീസിന് നേരത്തെ ഇയാളെ പിടിച്ചപ്പോഴും ഇയാൾ ഇതേ രീതികൾ കാണിച്ചിട്ടുള്ളതുകൊണ്ട് പോലീസിന് കാര്യം മനസ്സിലായി, പറ്റിപ്പാണെന്ന്, മോൺ ആക്ട് ആണെന്ന് മനസ്സിലായി. മോൺ ആക്ട് നിർത്തി റോഷനെ എടുത്ത് അവർ വണ്ടി കയറ്റി കൊണ്ടുപോയപ്പോൾ ഇനി രണ്ടാമതൊരാളെ കിട്ടണമല്ലോ. 2 പേർ ആ ബൈക്കിൽ സഞ്ചരിച്ചിരിക്കുന്നതാണ് കണ്ടെത്തുന്നത്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന മാല ഇയാൾ വരാപ്പുഴയിൽ ഒരു കടയിൽ വിറ്റിട്ടുണ്ട്. അവിടെ നിന്നും ലഭിച്ചത് 60,000 രൂപയും പിന്നെ ബാക്കിയുള്ളതിന് സ്വർണവും ആണ് മേടിച്ചത്. അതിൻ്റെ കുറച്ച് ഭാഗം തിരിച്ചെടുക്കാൻ പറ്റി. പിന്നെ ഇയാൾ ഇത് വെച്ചിട്ട് ഒരു മൊബൈൽ ഫോണും ഒരു സ്മാർട്ട് വാച്ചും മേടിച്ചിട്ടുണ്ട്. ഇതും പോലീസ് റിക്കവർ ചെയ്തു. അപ്പോൾ പോലീസ് ചെല്ലുമ്പോൾ റോഷൻ്റെ വീട്ടിൽ റോഷൻ അന്ന് ആഘോഷപരമായി ജീവിക്കുകയാണ്. വീട്ടുകാർക്കൊക്കെ ബിരിയാണി മേടിച്ചുകൊണ്ട് കൊടുത്തു. ബിരിയാണി മേടിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ വീട്ടുകാർ ചോദിച്ചു, ഇത് എവിടുന്ന പ്രത്യേകമായിട്ട് ബിരിയാണിയൊക്കെ, ചിക്കൻ ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് വന്നേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ റോഷൻ പറഞ്ഞു, അപ്പം തിന്നാൽ മതി കുഴി എണ്ണേണ്ടത്. വീട്ടുകാരോടുള്ള ഉപദേശം കൊടുത്തു. വീട്ടുകാർ അതുപോലെ തന്നെ അത് പോലീസിനോട് പറയുകയും ചെയ്തു. അങ്ങനെ റോഷനെ കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് റോഷനെ റിമാൻഡ് ചെയ്തിട്ട് പിന്നെയും കസ്റ്റഡിയിലെടുത്ത് ചോദിച്ചപ്പോഴാണ് ഒടുവിലാണ് ശരത്തിൻ്റെ പേര് വരുന്നത്. അങ്ങനെ ശരത്തിനെ തേടി ഈ വരാപ്പുഴയിലെത്തി പോലീസ്. വരാപ്പുഴയിലെത്തിയപ്പോൾ ശരത്തിൻ്റെ കയ്യിലുണ്ട് ആദ്യം മോഷ്ടിച്ച 1 പവൻ്റെ മാല, പിന്നെ കുറച്ച് പണവും അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ മാല ഇയാൾ വിറ്റിട്ടില്ല, അതിലൊരു ലോക്കറ്റ് ഇയാൾ പണയം വെച്ചിട്ടുണ്ട്. ആ പണയത്തിൽ വെച്ച ലോക്കറ്റ് പോലീസ് തിരിച്ചെടുത്തു. ഈ മാലയും പോലീസ് റിക്കവർ ചെയ്തു. പിന്നെ കുറച്ച് പണമുണ്ടായിരുന്നു, അതും പിടിച്ചെടുത്തു. ബുള്ളറ്റ് ഇപ്പോൾ തൃശ്ശൂർ പോലീസിൻ്റെ കയ്യിലാണ്. ബുള്ളറ്റ് അവർ തൊണ്ടിമുതൽ എന്ന രീതിയിൽ അവിടേക്ക് കേസ് FIR ഇട്ടിരിക്കുന്ന അവിടെ ഉണ്ടായതുകൊണ്ട് അവർ അവിടേക്ക് കൊണ്ടുപോയി. ഇനി എളമക്കരയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് കൈമാറും. ഇതിനെ ഒരു കാലം ഒരുപാട് സമയം എടുക്കും. ഈ വണ്ടി ഇനി യഥാർത്ഥ ഉടമയ്ക്ക് ഇത് തിരിച്ചിട്ടണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സുകളെല്ലാം നടത്തിയ ശേഷമേ അവർ കൊടുക്കാറുള്ളൂ. മുമ്പൊക്കെ 1 കൊല്ലം വരെയൊക്കെ ഇത്തരം മോഷ്ടിച്ച വണ്ടികൾ സ്റ്റേഷനിൽ ഇരുന്ന് പോയിട്ടുണ്ട്. സ്റ്റേഷനിൽ ഇരുന്ന് നശിച്ചു പോയിട്ട് ഈ ഉടമ അവസാനം ഇതെടുത്ത് കൊണ്ടുപോയി പൊളിച്ചു കളയാൻ കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യാറുള്ളത്. കാര്യം ഈ വണ്ടി പിന്നെ ഒന്നിനും കൊള്ളില്ല. ഇത് സ്റ്റേഷനിൽ ഇരുന്ന് മഴയും വെയിലും ഒക്കെ കൊണ്ട് ഈ വാഹനം നശിച്ചു പോകും. അങ്ങനെ അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവരിലേക്ക് എത്താൻ പോലീസിനെ കൊണ്ട് എളുപ്പത്തിൽ സാധിച്ചു. ഒന്നുകിൽ പാറ്റേൺ മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ഏരിയ മാറ്റി പിടിക്കണം. ഒരേ പാറ്റേൺ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പോലീസിന് എളുപ്പത്തിൽ കാര്യങ്ങളെ കിട്ടും. നമ്മുടെ പിന്നെ ഒറീസ സ്വദേശികളുടെ ഒരു രീതിയുണ്ട്. ഒറീസ അസം സ്വദേശികളുടെ ഒരു രീതിയുണ്ട്. അസം സ്വദേശികൾ ചെയ്യുന്ന കൊലപാതകത്തിൻ്റെ രീതി, അവരുടെ കൊലപാതകം അവർ നടത്തുന്നത് തലക്കടിച്ചാണ്. അവരുടെ ഒരു രീതി അതാണ്, റിപ്പർ മോഡൽ. അതെ, തലക്കടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽപ്പിച്ചാണ് അവർ കൊലപാതകം നടത്താറുള്ളത്. അവർ ഈ
ആരുടെ ശത്രുവിൻ്റെ തലയിലേക്കേ അവർ ആയുധം വെച്ച് അടിക്കുകയുള്ളൂ. കട്ടിയുള്ള ആയുധം വെച്ച് തലക്കടിച്ചു കളയും അവർ. അവരുടെ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അവർ ഈ കുത്തിക്കൊലപ്പെടുത്തുക അങ്ങനെയുള്ള കേസുകളൊന്നും അവരുടെ കാര്യത്തിൽ അധികം വരാറില്ല. അവർ തലക്കടിച്ച് കൊലപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു രീതി കാണുമ്പോൾ തന്നെ പോലീസിന് മനസ്സിലാവും ഈ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അസം സ്വദേശികളുണ്ട് ആ വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊലപാതകം നടന്ന ലിസ്റ്റിലുണ്ടെങ്കിൽ അവനെ തന്നെ പിടിക്കും. അവന് വഴിയെ പിന്നെ കാര്യങ്ങൾ അവർക്ക് എളുപ്പമാകുമല്ലോ. ഈ ശരത്തൊക്കെ റോഷൻ ഈ ഇത്തരം മണ്ടത്തരം കാട്ടിക്കൂട്ടിയത് കൊണ്ടാണ് പിടിക്കപ്പെട്ടത്. പിന്നെ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. തമിഴിൽ ഇതിനെ സംബന്ധിച്ചൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ പേര് മെട്രോ എന്നാണ് ആ സിനിമയുടെ പേര്. നല്ലൊരു സിനിമയാണ്. ചെയിൻ സ്നാച്ചിങ്ങിൻ്റെ അപകടങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു പയ്യൻ പഠിക്കാൻ പോകുന്ന ഒരു പയ്യൻ ബൈക്കിനോടുള്ള ക്രൈസ്, ഈ ശരത്തിനെ പോലെ തന്നെ ബൈക്കിനോടുള്ള ക്രൈസ് കൊണ്ട് ബൈക്ക് മേടിക്കാൻ വേണ്ടി അവൻ തുടങ്ങുന്നതായിട്ട് എൻ്റെ ഓർമ്മ. അത് പഴയ സിനിമയാണ്. വളരെ നല്ലൊരു സിനിമ കൂടിയാണ്. വിജയിച്ചല്ല, നല്ല രീതിയിൽ റിവ്യൂ ഉണ്ടായിരുന്നൊരു സിനിമയാണ്. ഏറ്റവും അവസാനം അവൻ്റെ അമ്മയെ തന്നെ കൊലപ്പെടുത്തുന്നതായിട്ടാണ് ഈ ചെയിൻ സ്നാച്ചിങ് അമ്മയ്ക്ക് മനസ്സിലാവുന്നതോടുകൂടി അവസാനം ഇവൻ അവൻ്റെ സ്വന്തം അമ്മയെ തന്നെ കൊല്ലുന്ന രീതിയിൽ അത്രയും ക്രൂരമായിട്ട് നമ്മൾ മാല പൊട്ടിക്കൽ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ മാല പൊട്ടിക്കുന്ന ഒരാളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അവർക്ക് കഴുത്തനക്കാൻ പറ്റില്ല മിക്കവർക്കും. കഴുത്തിന് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കും. കഴുത്തനക്കാൻ പറ്റാതെ, കഴുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിക്കാൻ പോലും പറ്റാതെ ഇയർ ബാലൻസ് വരെ തെറ്റിപ്പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇയർ ബാലൻസ് ഉണ്ടല്ലോ, അതുവരെ തെറ്റിപ്പോയി. അതായത് ഈ വീഴ്ചയിലുണ്ടാവുന്ന പ്രശ്നത്തിൽ അങ്ങനെയുള്ള ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. അതുപോലെ അവർക്ക് എപ്പോഴും ഈ പറയുന്നത് പോലെ, ഞാൻ മിക്കപ്പോഴും പറയുന്ന പോലെ, പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത്രക്കാർക്ക് വലിയ ട്രോമ ഉണ്ടാകും. ഇവരെപ്പോഴും ഇരയാക്കുന്നത് ഇത്തിരി പ്രായമുള്ള സ്ത്രീകളെയാണ്. യങ്ങായിട്ടുള്ള സ്ത്രീകളുടെ മാല ഇവർ പൊട്ടിക്കില്ല. ഏകദേശം ഒരു പ്രതിരോധിക്കില്ല എന്ന് ഉറപ്പുള്ളവരുടെ മാലയാണ് ഇവർ പിടിച്ചു പൊട്ടിക്കുന്നത്. അങ്ങനെ പിടിച്ചു പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ചില സ്ത്രീകളൊക്കെ ഈ മുമ്പിലേക്ക് മറിഞ്ഞു വീഴാനും പുറകിൽ വരുന്ന വാഹനം കയറി ഇറങ്ങാനുള്ള സാധ്യതയും ധാരാളമായിട്ട് ഉണ്ട്. ഇതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രൈമായിട്ടാണ് പോലീസ് ഇതിനെ എപ്പോഴും പരിഗണിക്കുന്നത്. ഈ ശരത്തിനെ പോലെ വേറൊരാളുണ്ടായിരുന്നു, വളരെ ഒരു സ്ത്രീയാണ്, രതി. കേട്ടിട്ടുണ്ടോ? രതി എന്ന് പറയുന്നത് തമിഴ്നാട് തിരുവള്ളൂർ ഉള്ള ഒരു സ്ത്രീയാണ്. ഇവരുടെ രീതിയുണ്ട്. ഇവർ വരുന്ന വണ്ടി എന്ന് പറയുന്നത് റെനോൾട്ടിൻ്റെ ഡസ്റ്ററൊക്കെയാണ്. ഇത് കൊണ്ടുവന്ന് ഏതെങ്കിലും മാളിൽ ഇവർ പാർക്ക് ചെയ്യും. എന്നിട്ട് ഓട്ടോയൊക്കെ വിളിച്ചിട്ട് ബസ്സുകളിൽ കയറും. തിരക്കുള്ള സ്ഥലങ്ങളിലെ ബസ്സുകളിൽ കയറി സ്ത്രീകളുടെ മാല കവർന്നു കൊണ്ടുപോകും. ഈ പൊട്ടിച്ച സ്ത്രീക്ക് പോലും മനസ്സിലാവില്ല ഇങ്ങനെ ഒരു മാല എൻ്റെ കഴുത്തിൽ നിന്ന് പോയിട്ടുണ്ടെന്ന്. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഈ രതി മാല കൊണ്ടുപോയി. രതി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം പിടിച്ചത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ അന്നാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് രതിയുടെ ഒരു ബന്ധുവുണ്ട്, ഇളയരാജ. അയാളാണ് ഇതിൻ്റെ ഈ ടീം ലീഡർ. ഇത് തമിഴ്നാട്ടിലെ ഈ തിരുട്ട് ഗ്രാമമാണ്. അവിടെ നിന്ന് വരുന്നവരാണ് ഈ രതിയും ഇളയരാജയും ഒക്കെ. ഇവരുടെ ഒരു വലിയ സംഘം തന്നെയുണ്ട്. അപ്പോൾ ഇവർ വരുന്നതെല്ലാം കൂടിയ വണ്ടികളിലാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പോലും പറ്റില്ല ഇവർ കള്ളന്മാരാണ്, മോഷ്ടാക്കളാണെന്നൊക്കെ പറയാൻ പോലും പറ്റത്തില്ല. ഒരുപാട് സ്റ്റേഷനുകൾ കേരളത്തിൽ രതിക്കെതിരെ കേസുകളുണ്ട്. രതിയെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം പിടിച്ചത് എൻ്റെ ഓർമ്മയിൽ പാലക്കാട്. അതും ഇതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കലിലാണ്. രതി മാല പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനൊരു രീതി വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. രതി മാല പൊട്ടിക്കുകയാണെങ്കിൽ മാലയിലെ ലോക്കറ്റ് അവിടെ തന്നെയാണ്. ലോക്കറ്റ് കൊണ്ടുപോകില്ല. അത് അവരുടെ വിശ്വാസമാണോന്നും പോലീസിന് അറിയില്ല. ലോക്കറ്റ് പറിച്ച് അന്ധവിശ്വാസങ്ങൾ ഈ മോഷ്ടാക്കൾക്കിടയിൽ തന്നെ ഉണ്ട്. അതെ, ഈ ലോക്കറ്റ് പറിച്ച് അവിടെ കളഞ്ഞിട്ട് നോക്കളയും. ഈ ലോക്കറ്റ് അവിടുന്ന് കിട്ടുമെന്ന് തന്നെ പോലീസിന് മനസ്സിലാവും ഇവരാണ്, ഈ സംഘമാണ് വന്നിരിക്കുന്നത്. അവരുടെ എല്ലാവരും തിരുട്ട് ഗ്രാമത്തിലെ എല്ലാവരും ഇല്ല, ഈ ചില മാല പൊട്ടിക്കുന്ന ആളുകൾക്കിടയിൽ അവർക്ക് ഈ കാര്യം ഉടായ്പൊക്കെ ആണെങ്കിലും വിശ്വാസികളാണ്. ഇവർക്ക് സ്വന്തമായിട്ട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് ക്ഷേത്രങ്ങളുണ്ട്. ഇവർ പലപ്പോഴും കഴിയുന്നത് ഈ കരിമ്പിൻ കാടുകളുടെ നടുക്കുള്ള കെട്ടിടങ്ങളിലാണ്. കരിമ്പിൻ കാടുകളുടെ നടുക്കുള്ള കെട്ടിടങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഇവർ ഏതെങ്കിലും ഗ്രാമത്തിലെ ഏതെങ്കിലും നാട്ടിൽ ഇതുപോലെയുള്ള ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങൾ ഇവർ കണ്ടുപിടിക്കും. അവിടെ ഇരുന്നു കൊണ്ട് കണ്ടുപിടിക്കും. എന്നിട്ടാണ് ഇവർ തയ്യാറാവുന്നത്. അവർ താമസിക്കാൻ സ്ഥലമെടുക്കുന്നത് തന്നെ റെയിൽവേ സ്റ്റേഷനുകളുടെ അടുത്താണ്. പെട്ടെന്ന് മോഷ്ടിച്ചു കഴിഞ്ഞാൽ മോഷ്ടിച്ച സാധനവുമായി ട്രെയിനിൽ കയറി കടന്നു കളയാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ മാർഗം സ്വീകരിക്കുന്നത്. കുറേയൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജയലളിത ഇരുന്ന സമയത്ത് CBCIDയെ കൊണ്ട് ഒരുപാട് കൈകാര്യം ചെയ്യിച്ച് അവിടുത്തെ കുട്ടികളെയൊക്കെ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി പഠിക്കാനൊക്കെ വിട്ട് മാറ്റിയെടുത്തു. പക്ഷെ അവരുടെ ഒരു വിശ്വാസം മോഷണം തന്നെയാണ്. അവരുടെ ഞാൻ പറഞ്ഞല്ലോ പാറ്റേൺ ആണ് പല അതെ, അവരുടെ പാറ്റേൺ ആണ് അവരെയും പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്ഥിരം പാറ്റേണുള്ള കള്ളന്മാർ എപ്പോഴും പോലീസിൻ്റെ
വേട്ടമൃഗങ്ങളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്ന ഒരു വലിയ കുഴപ്പം ഇതാണ്. അതായത് ഇവരുടെ പാറ്റേൺ ഒരേ രീതിയിലായതുകൊണ്ട് പോലീസ് ഇവർ നന്നായാലും പിന്നെയും തേടിച്ചില്ല. ഇവർക്ക് നന്നാവാൻ ജീവിതത്തിൽ പിന്നെ അവസരം കിട്ടില്ല. എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വരണം, ഇതൊന്നും ഞാൻ ചെയ്യുന്ന ശരിയല്ല, കള്ളന്മാരായിരിക്കും, ഞാൻ ചെയ്യുന്ന ശരിയല്ല, ഇനി എനിക്ക് കുടുംബമുണ്ട്, കുട്ടിയുണ്ട്, അവരുടെ കൂടെ ജോലി ചെയ്ത് ജീവിക്കാമെന്നൊക്കെ തീരുമാനിച്ചാലും രാത്രി പോലീസ് തേടിയെത്തും. അതോടുകൂടി നാട്ടുകാർ എന്തായാലും കള്ളനായി, അപ്പോൾ എന്നാൽ പിന്നെ ഇത് തന്നെ തുടരാമെന്ന് വിചാരിക്കുകയും ചെയ്യും. അതാണ് ഈ പാറ്റേണിൻ്റെ ഒരു പ്രശ്നം. ഏതായാലും വലിയ അഭിനയമൊക്കെ എടുത്തെങ്കിലും ഇരിങ്ങാലക്കുട പോലീസ് രണ്ടുപേരെയും കൊണ്ടുപോയി. ഇനിയിപ്പോൾ അടുത്ത എന്നാണെന്തോ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. കഴിഞ്ഞ മാസം 13-നാണ് ഇറങ്ങിയത്. ഇനി അടുത്ത ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ അന്ന് ഇനി ഏതെങ്കിലും ഒരു വണ്ടി പോകുന്നെങ്കിൽ നമുക്ക് നോക്കാം. ശരി.